നീതിയുടെ പക്ഷത്തു നിന്നുള്ള പോരാട്ടം 14-ാം വർഷത്തേക്ക് കടക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതാണ് മലബാർ മേഖലയിലെ തീവണ്ടി യാത്രക്കാരുടെ ദുരിതം. ഇതാ ഷൊർണൂരിൽ നിന്നും കണ്ണൂരിലേക്ക് ഒരു പുതിയ സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇത് റിപ്പോർട്ടർ ടിവിക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. ദുരിതയാത്ര നടത്തിയ യാത്രക്കാർക്ക് അല്പം ആശ്വാസവുമാവുന്നു. ഒപ്പം പ്രതീക്ഷയുമാണ് പുതിയ സർവീസ്. മെമു സർവീസ് എന്ന ആവശ്യം ശക്തമാകുമ്പോൾ റിപ്പോർട്ടർ ടിവിയും യാത്രക്കാർക്ക് ഒപ്പമുണ്ട്. തീർന്നിട്ടില്ല, ഞങ്ങൾ കൂടെയുണ്ട്. വടക്കോട്ടുള്ള ട്രെയിൻ യാത്രാ ദുരിതത്തിന് ആശ്വാസമായി പുതിയ പാസഞ്ചർ ട്രെയിൻ ഓടിത്തുടങ്ങുമ്പോൾ റിപ്പോർട്ട് ടിവിയുടെ ജനകീയ ഇടപെടലിന്റെ ഫലം കൂടിയാണ്. വാർഷികം ആഘോഷിക്കുമ്പോൾ റിപ്പോർട്ട് ടിവിക്ക് മധുരതരമാണ് പുതിയ ട്രെയിൻ സർവീസ്. കാൽക്കുത്താനിടമില്ലാത്ത കോച്ചുകളുടെ യാത്രയും ദുരിതവും റിപ്പോർട്ടർ ടിവി നിരന്തര വാർത്തയാക്കി. ജനപ്രതിനിധികളോടും നേതാക്കളോടും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തി. ശക്തമായ ഇടപെടലുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുണ്ടായി. ഇതിന്റെ പരിണിത ഫലമാണ് പുതിയ ട്രെയിൻ. ഒരു മാസത്തേക്ക് ഇരുഭാഗത്തേക്കും 18 സർവീസുകൾ വീതമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പ്രതിദിന സർവീസാക്കി മാറ്റാനും നിലനിർത്താനും ഇടപെടലുകൾ കൂടുതൽ ശക്തമാക്കേണ്ടി വരും. ദീർഘദൂര സർവീസുകളിൽ നിന്നും നേരത്തെ ഒഴിവാക്കിയ ജനറൽ കോച്ചുകൾ പുനഃസ്ഥാപിക്കാനുള്ള നീക്കം ശുഭസൂചനയാണ്. പുതു സർക്കാരിന്റെ വരാൻ പോകുന്ന ബജറ്റിലടക്കം മലബാറിന്റെ യാത്രാ ദുരിതത്തിന് പരിഗണന കിട്ടേണ്ടതുണ്ട്. കയ്യടി കിട്ടുന്ന പ്രഖ്യാപനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറം സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇത്തരം ചില ചെറിയ നീക്കങ്ങൾ കൊണ്ട് കഴിഞ്ഞേക്കും. വന്ദേ ഭാരതിന് പ്രാമുഖ്യം നൽകുന്ന നയത്തിനൊപ്പം സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളോ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന നീതിയോ എന്തുമാവട്ടെ, അത് റിപ്പോർട്ടർ ടിവിയുടെ ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ അറിയിക്കൂ. തീർച്ചയായും അവ പ്രേക്ഷകരുടെ മുന്നിലെത്തും, അധികാരികളുടെ മുന്നിലുമെത്തും. ഏറ്റവും വേഗത്തിൽ റിപ്പോർട്ടർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഒരു വർഷം കൊണ്ട് റിപ്പോർട്ടർ തെളിയിച്ചതും. ആ വിശ്വാസ്യതയും ആ ക്രെഡിബിലിറ്റിയും ഞങ്ങൾ കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യും.